ഇത് രശ്മി ബിജു സ്കോളിയോസിസ് എന്ന രോഗത്തിൻ്റെ ചികിത്സയിലാണ്. ജന്മനാൽ ഈ രോഗമുണ്ടെന്ന് ചികിത്സിക്കുന്ന ഡോക്ടർ പറയുന്നു. നട്ടെല്ലിൻ്റെ 6 കണ്ണി ലോക്കാണ്. അതിനാൽ താഴേക്ക് പോലെ 11.5 സെൻറ്റിമീറ്റർ വളവുമാണ്. അതിനാൽ ഈ മകളും കുടുംബവും ഏറെ ദുഃഖത്തിലുമാണ്. രോഗിയായ രശ്മിക്ക് അടച്ചുറപ്പുള്ള വീടിനായി ഒരു നാട് കൈകോർക്കുന്നു. ഇടുക്കി ജില്ലയിൽ കുമാരമംഗലം പഞ്ചായത്തിൽ 13-ാം വാർഡിൽ രോഗിയായ തടത്തിൽ രശ്മി ബിജുവിനാണ് വീടെന്ന സ്വപ്ന സാക്ഷാത്കാരത്തിന് ഒരുങ്ങുന്നത്. 10 വർഷക്കാലമായി രശ്മിയും 2 മക്കളും ഭർത്താവും ശുചിമുറി പോലുമില്ലാത്ത ഒറ്റമുറി വീട്ടിലാണ് കഴിഞ്ഞു വരുന്നത്. വീടെന്ന ആഗ്രഹത്താൽ ഓടി നടക്കുമ്പോൾ രശ്മി രോഗത്താൽ കിടപ്പിലായി. ഭർത്താവിൻ്റെ കൂലി വേലയിലുള്ള തുക നിത്യചെലവിനും ചികിത്സയ്ക്കും മാത്രം. ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് 2 മാസമായിട്ട് ഞാൻ കിടപ്പിലായിരുന്നു. ഭക്ഷണമൊക്കെ അടുത്തുള്ള ആളുകളൊക്കെ വാരി തന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലായിരുന്നു. അപ്പൊ എൻ്റെ ഈ സാഹചര്യം കണ്ട് എന്നെ കാണാനായിട്ട് എൻ്റെ സഹപാഠികൾ വന്നു. അപ്പൊ അവര് പറഞ്ഞു, ഒറ്റമുറി വീട്ടിലാണല്ലോ ഞാൻ താമസിച്ചുകൊണ്ടിരുന്നത്. ആ അവസ്ഥ അവര് കണ്ട് മനസ്സിലാക്കി അവരെനിക്കൊരു ഭവനം പണിയാനായിട്ട് മറ്റു സഹപാഠികളോട് സംസാരിക്കുകയും അങ്ങനെ ഒരു വീട് പണിതു തരാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് അവരതിനു വേണ്ടി പ്രയത്നിക്കുകയും കുറച്ച് തുക കണ്ടെത്തുകയും അവര് ഇപ്പം തറമണി കഴിഞ്ഞ് ഭിത്തിമണി തുടങ്ങിയിരിക്കുകയാണ്. എൻ്റെ ഞാൻ പഠിച്ച സ്കൂളിലെ സഹപാഠികളും സെന്റ് മേരീസ് സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളും നാഗപ്പുഴയിലെ തന്നെ നിർമ്മല സോൾജേഴ്സ് ക്ലബും നമ്മുടെ നാഗപ്പുഴ ഇടവക ദേവാലയത്തിൽ നിന്നുമാണ് എനിക്കിപ്പോൾ ഒരു ഭവനം പണിയുന്നതിനായുള്ള ആദ്യപടി എന്ന ഇതിൽ ഒരു സാമ്പത്തിക സഹായം കണ്ടെത്തുകയും പണി മുന്നോട്ട് പോവുകയും ചെയ്തിരിക്കുന്നത്. ഭവനം കിട്ടുക എന്നുള്ളതിൻ്റെ ഒരു സ്വപ്നമാണ്. ദൈവത്തിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹമാണ് എനിക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത്. നാഗപ്പുഴ സെന്റ് മേരീസ് സ്കൂളിലെ മധുരഗാനങ്ങൾക്ക് ഉടമയായ രശ്മി കിടപ്പിലെന്ന് അറിഞ്ഞ് കാണാനെത്തിയ സഹപാഠിയിലൂടെയാണ് ഹൃദയം തകർന്ന അവസ്ഥ മുൻ അധ്യാപിക അറിയുന്നത്. സ്നേഹം എന്റെ വല്ലായ്മകൾ കണ്ടിട്ടെന്നും നെഞ്ചോട് ചേർക്കുന്ന സ്നേഹം. കേട്ടറിഞ്ഞ വിവരം നേരിൽ കണ്ട മനോവിഷമം ടീച്ചർക്ക്. ഇവിടെയാണ് യഥാർത്ഥ ഗുരുശിഷ്യ ബന്ധം ജീവനുള്ളതാകുന്നത്. അധ്യാപിക മറ്റ് സഹപാഠികളെയും വ്യക്തികളെയും വിളിക്കുന്നു. അങ്ങനെ ലോകം വേദനിക്കുന്ന വാർത്ത നാടറിയുന്നു. ഇതേ തുടർന്ന് നാഗപ്പുഴ ഇടവകയും നിർമ്മല സോൾജേഴ്സ് ക്ലബും നാഗപ്പുഴ സെന്റ് മേരീസിലെ പൂർവ്വ വിദ്യാർത്ഥികളും അധ്യാപകരും കിട്ടിയ തുക സമാഹരിച്ച് ഭവന നിർമ്മാണം ആരംഭിച്ചു. രശ്മിയുടെ സ്വപ്ന സാക്ഷാത്കാരം പൂർത്തീകരിക്കാൻ ഇനിയും തുക കണ്ടെത്തേണ്ടതുണ്ട്. അതിനായി അക്കൗണ്ട് രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചു. കഴിവിൻ്റെ പരമാവധി സഹായിക്കണമെന്നാണ് സഹപാഠികളുടെ യാചന. സ്നേഹമുള്ളവരെ, ഞാൻ നാഗപ്പുഴ സെന്റ് മേരീസ് സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയാണ്. എൻ്റെ പേര് ജരീഷ്. ഞാൻ രശ്മിയുടെ സഹപാഠിയാണ്. ഈ കഴിഞ്ഞ ഒരു മാസത്തോളം മുമ്പ് ഇവളുടെ ഇങ്ങനെ അസുഖബാധിതയായതും താമസിക്കാനുള്ള വീടിന് ഉള്ള പ്രശ്നങ്ങളും ഒക്കെ ശ്രദ്ധയിൽപ്പെട്ടു. അപ്പൊ ഞങ്ങളൊരു പന്ത് കളിക്കുന്ന കുറച്ച് ചെറുപ്പക്കാർ ആളുകളുടെ ഒരു കൂട്ടായ്മയായിട്ട് നിർമ്മല സെന്റ് മേരീസ് സ്കൂളിന്റെ ഫ്രണ്ടിൽ തന്നെ നിർമ്മല സോൾജേഴ്സ് ക്ലബ് എന്നൊരു ചെറിയ പ്രസ്ഥാനമുണ്ട്. അപ്പൊ എല്ലാ വർഷങ്ങളിലും ഞങ്ങൾ ഒരു ചെറിയ ടൂർണമെന്റ് ഒക്കെ ചെറിയ ഫണ്ടിൽ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഈ വർഷം ഞങ്ങൾ അത് മാറ്റിവെച്ച് ഇവളുടെ ഒരു ചെറിയ വീട് എന്നുള്ള സ്വപ്നത്തിന് കൂടെ നിൽക്കാൻ തീരുമാനിച്ചു. അപ്പോ ചെറിയൊരു ഫണ്ട് ഞങ്ങളുടെ കയ്യിൽ ഉണ്ടായിരുന്നു. പിന്നെ സ്കൂളിലെ പഴയ പൂർവ്വ വിദ്യാർത്ഥികളായ പല ആളുകളും, പല ടീച്ചേഴ്സും, പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്തവരുമായ പല ആളുകളും ചെറിയ ചെറിയ സംഭാവനകൾ തന്നു. അപ്പൊ അത് പ്രാഥമിക ഘട്ടം ഞങ്ങൾ തുടങ്ങി വെച്ചു. ഇപ്പൊ നിങ്ങൾ ഇതിന്റെ പുറകിൽ നിങ്ങൾക്ക് അത് കാണാൻ സാധിക്കും. ഇനിയും നമ്മളൊരു 550 സ്ക്വയർ ഫീറ്റിന്റെ ഒരു വീടാണ് ചെയ്യുന്നത്. നമുക്ക് ഏകദേശം 7 ലക്ഷം രൂപയോളം അതിന്റെ എസ്റ്റിമേറ്റ് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ സാമ്പത്തികമായിട്ട് ഇത് കാണുന്നവരും, അല്ലെങ്കിൽ നാഗപ്പുഴയെ സംബന്ധിച്ച് ഇവള് സജീവ സാന്നിധ്യമായിരുന്നു. സ്കൂളില് കലോത്സവങ്ങളിലും അല്ലെങ്കിൽ നാഗപ്പുഴ പള്ളിയിലെ പാട്ട് സ്ക്വയറും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് എപ്പോഴും ഇവിടെ അറിയാത്ത ആളുകൾ ചുരുക്കമായിരിക്കും നാഗപ്പുഴയെ സംബന്ധിച്ച്. അപ്പം ഏതെങ്കിലും രീതിയിൽ സഹായിക്കാൻ താല്പര്യമുള്ളവർ നമ്മുടെ ക്ലബിന്റെ കോമൺ ആയിട്ടുള്ള അക്കൗണ്ട് ഞങ്ങൾ ഇതിന്റെ കൂടെ തരുന്നുണ്ട്. തന്നാൽ വലിയ കാര്യമായിരിക്കും. നമ്മുടെ ഒരു അടച്ചുറപ്പുള്ള വീട്ടിൽ താമസിക്കുക എന്നുള്ളത്
ജീവിതത്തിലെ വലിയ സ്വപ്നമാണല്ലോ. നമുക്ക് അതിന്റെ കൂടെ കൈത്താങ്ങായി നിൽക്കാൻ ശ്രമിക്കാം. ഒന്നുമില്ലായ്മയിൽ നിന്നുമെന്നെ കൈപിടിച്ചു നടത്തുന്ന സ്നേഹം, എന്റെ വല്ലായ്മകൾ കണ്ടിട്ടെന്നും ആ നെഞ്ചോട് ചേർക്കുന്ന സ്നേഹം. ന്യൂസ് ഡെസ്ക് കുമാരമംഗലം.